ഇറാൻ-US ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ടെഹ്റാനിലെത്തും. രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് ഇറാൻ പ്രസിഡന്റ് തുറന്നു പറഞ്ഞ സാഹചര്യത്തിലാണ് ചർച്ചകൾ ആരംഭിക്കുവാനുള്ള നീക്കം. അതേസമയം ചർച്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക. നയതന്ത്ര ചർച്ചകൾ തുടരാൻ സന്നദ്ധമെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന നിലപാടിലാണ് അമേരിക്ക. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരുന്നു. 300% പണപ്പെരുപ്പമാണ് ഇറാൻ നേരിടുന്ന ഗുരുതര പ്രശ്നം. ഉത്പാദന മേഖലയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. മുജ്തബ ഖമനേയിയും IRGCയും യുദ്ധം തുടരണമെന്ന ആശയവും മുന്നോട്ട് വയ്ക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഇന്ന് ടെഹ്റാനിലെത്തുന്നത്. സമാധാന ചർച്ചകൾ തുടരുന്നതിന് കളമൊരുക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. അതേസമയം ഇറാനുമായി ചർച്ചകൾ ഒന്നും പദ്ധതിയിലില്ലെന്ന് അമേരിക്ക അറിയിക്കുന്നു. അക്കാരണം കൊണ്ട് തന്നെ ഖത്തർ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിർണായകമാണ്. ഇതിനിടെ ഹോർമൂസ് ഇടനാഴിയിലൂടെ ഗതാഗതം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് ഒമാനുമായി ധാരണയിലെത്തിയെന്ന് IRGCയും അവകാശപ്പെടുന്നു. വെടിനിർത്തൽ കാലാവധി അവസാനിച്ചിട്ടും തുടർ ചർച്ചകളിലേക്ക് ഇറാനും അമേരിക്കയും കടക്കാത്തത് ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.